ഓം ശാന്തി. 23/3/70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ചയാണ്. അന്ന് ബാബ്ദാദ നമ്മുടെ മൂത്ത സഹോദരിമാർക്ക് ചുട്ടി അണിഞ്ഞു കൊടുത്തുകൊണ്ട് ഓരോരുത്തരോടും മഹാവാക്യങ്ങൾ ഉച്ചരിക്കുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നിനി ബാബ്ദാദ നിർമ്മൽ ചന്ദ് ദാദിയോട് സംസാരിക്കുന്നതാണ്. തൻകെ രോഗ് पर വിജയ് പ്രാപ്ത് കർ രഹി ഹോ, ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ മേൽ വിജയം പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണോ? സംഗംബർ താജ് തിലക് തഖ്ത് और സുഹാഗ് ഭാഗ് സഭി മിൽത്തെ ഹെ. സംഗമത്തിൽ കിരീടം, തിലകം, സിംഹാസനം, സുമംഗലിയുടെ ഭാഗ്യം എല്ലാം കിട്ടുന്നുണ്ട്. ഏക് ഹി സമയ पर സർവ പ്രാപ്തിയാ ബാബ്ദാദ കരാത്തെ ഹെ. ഒരേ സമയത്ത് തന്നെ സർവപ്രാപ്തികളും ബാബ്ദാദ ചെയ്യിക്കുകയാണ്. ജോ ഏക് ജന്മ കി ദേൻ അനേക ജന്മ ചൽത്തി ഹെ. ഈ ഒരു ജന്മം ബാബ തരുന്നത് അനേക ജന്മം നടക്കുകയാണ്. വൈസെ ബച്ചോങ്കോ ഫിർ അനേക ജന്മോ കെ ഹിസാബ് കിതാബ് ഏക് ജന്മമേ ചുക്തു കർണേ ഹെ. അപ്പം അതേപോലെ കുട്ടികൾക്ക് അനേക ജന്മത്തിൻ്റെ കർമ്മക്കണക്കുകൾ ഒരു ജന്മത്തിൽ ക്ലിയർ ചെയ്യേണ്ടി വരികയാണ്. നിർമ്മൽ ചന്ദ് ദാദിക്ക് അല്ലെങ്കിൽ തന്നെ നല്ല അസുഖമുണ്ടായിരുന്ന ആളാണ്. അപ്പം അതുകൊണ്ടുകൂടി തന്നെയാണ് ബാബ്ദാദ ഇങ്ങനെ പറയുന്നത്. ബാബ എല്ലാ പ്രാപ്തികളും സംഗമത്തിൽ ചെയ്യിക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഈ ഒരു ജന്മം ബാബ തരുന്നത് അനേക ജന്മം കൂടെ ഉണ്ടാകും. അപ്പം അതേപോലെ തന്നെ കുട്ടികൾ അനേക ജന്മം ചെയ്തു പോയിട്ടുള്ള കർമ്മക്കണക്കുകൾ ക്ലിയർ ചെയ്യുന്നതും ഈ ഒരു ജന്മം തന്നെയാണ് എന്ന് ദാദിജിയോട് ഓർമ്മിപ്പിക്കുകയാണ്. യഹ് ഏക് ജന്മക്ക് അനേക ജന്മ ചൽത്തായി. ഈ ഒരു ജന്മത്തിൻ്റേത് അനേക ജന്മം കൂടെ ഉണ്ടാകും. വഹ അനേക ജന്മോ കാ ഏക് ജന്മമേ ഖതം ഹോത്താ ഹെ. तो अनेक जन्मों का हिसाब किताब एक जन्म में ख़त्म करने के कभी कभी यह फोर्स से रूप ले आता है. അപ്പോൾ അനേക ജന്മങ്ങളുടേത് ഒരു ജന്മത്തിൽ തീരുകയാണ്. അപ്പോൾ അനേക ജന്മങ്ങളുടെ കർമ്മക്കണക്കുകൾ ഒരു ജന്മത്തിൽ തന്നെ തീരേണ്ടതുകൊണ്ട് ചിലപ്പോഴൊക്കെ അത് വളരെ ശക്തമായ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന രോഗം വളരെ ശക്തമാണ്, അത് അസഹനീയമായി തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാബ്ദാദ ദാദിജിയെ ഓർമ്മിപ്പിക്കുകയാണ്, അനേക ജന്മം ചെയ്തു പോയത് ഈ ഒരു ജന്മം തന്നെ തീരണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ അത് കുറച്ച് ഭീകരമായ രൂപത്തിൽ, ഭയാനകമായ രൂപത്തിൽ രോഗങ്ങൾ വരുന്നത് എന്ന് ആശ്വസിപ്പിക്കുകയാണ്. ബാബ്ദാദ യഹ് യുദ്ധ ദേഖ്തേ രഹത്തെ ഹെ, ആപ് ഭി ദേഖ്തി ഹോ അപ്പനി വ ദൂസരോं की. ബാബ്ദാദ ഈ യുദ്ധം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ദാദിജിയോട് ചോദിക്കുകയാണ്, ദാദിയും ഇത് കാണുന്നുണ്ടല്ലോ, തൻ്റെയും മറ്റുള്ളവരുടെയും. ജബ് സാക്ഷി ഹോ ദേഖ്നെ ലഗ് പടുത്തേ തോ യഹ് വ്യാധി ബദൽക്കർ ഖേൽ രൂപമേ ഹോ ജാത്തി ഹെ. എപ്പോഴാണോ സാക്ഷിയായി നോക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഇത് വ്യാധിയുടെ രൂപം മാറിയിട്ടൊരു കളിയായി മാറും. അപ്പോൾ ദാദിജിയോട് ബാബ്ദാദ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, സാക്ഷിയായി നോക്കാൻ പഠിക്കൂ തൻ്റെ ശരീരത്തിന് രോഗം വരുമ്പോൾ. അങ്ങനെ സാക്ഷിയായി വീക്ഷിക്കുകയാണെങ്കിൽ അത് വ്യാധിയുടെ രൂപത്തിൽ നിന്നും ഒരു കളിയുടെ രൂപത്തിലേക്ക് മാറും എന്ന് പറയാണ്. ബാബ്ദാദ സാക്ഷി ഹോ ദേഖ്തേ ഭി ഹെ और उनका साहस देखकर हर्षित भी होते हैं. ബാബ്ദാദ സാക്ഷിയായി വീക്ഷിക്കുന്നുമുണ്ട്, പിന്നെ സാഹസം കണ്ട് സന്തോഷിക്കുന്നുമുണ്ട്. അവർ സാത്ത് സാത്ത് സഹയോഗി ബനത്തെ. ബാബ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. രോഗങ്ങൾ വരുമ്പോൾ കുട്ടികൾ എത്ര ധൈര്യപൂർവ്വം അതിനെ നേരിടുന്നുണ്ട് അത് ബാബ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ബാബ സഹയോഗവും ആ സമയത്ത് തരുന്നുണ്ട് എന്ന് പറയുകയാണ്. തക്തിത്വ നഹി ഹോന, ക്ഷീണിക്കുന്നൊന്നുമില്ലല്ലോ, അസുഖം ഉണ്ടാകുമ്പോൾ അങ്ങനെ ക്ഷീണിച്ചു പോകുന്നില്ലല്ലോ, മാനസികമായി തളരുന്നില്ലല്ലോ എന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പോൾ ദാദി പറയാണ്, ഇല്ല ബാബ. അധക് ബാബ് കെ ബച്ചെ അധക് ഔർ അവിനാശി ഹു. അക്ഷീണനായ ബാബയുടെ മക്കൾ അക്ഷീണരും അവിനാശിയുമാണ്. മാലും ഹേ അബ് ക്യാ കർനാ ഹെ, അറിയാവോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അബന്ധമേ സാക്ഷാത്കാർ മൂർത്ത് ബന്നാ ഹെ. ഇപ്പോഴന്തിമത്തിൽ സാക്ഷാത്കാർ മൂർത്താകണം. जितना साक्षी अवस्था ज़्यादा रहेगी उतना समझो कि साक्षात्कार मूर्त बनने वाले हैं.
എത്രമാത്രം തൻ്റെ അവസ്ഥയെ സാക്ഷിയാക്കുന്നു അത്രയും മനസ്സിലാക്കിക്കോളൂ ഞാൻ സാക്ഷാത്കാര മൂർത്തായിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. अब अंतिम पुरुषार्थ यह रह गया है. അപ്പം അന്തിമ പുരുഷാർത്ഥം ഇതാണ് അവശേഷിക്കുന്നത്. साक्षात्कार मूर्त बन बाप दादा का साक्षात्कार और अपना साक्षात्कार कराना है. സാക്ഷാത്കാർ മൂർത്തായിട്ട് ബാപ്ദാദയുടെ സാക്ഷാത്കാരവും തൻ്റെ സാക്ഷാത്കാരവും ചെയ്യിക്കണം. പിന്നെ എന്താ പുരുഷാർത്ഥം അവശേഷിക്കുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. അതായത് എത്രമാത്രം സാക്ഷി അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നുണ്ടോ, തനിക്ക് രോഗം ഉണ്ടാകുമ്പോഴും അല്ലാതെയുള്ള സമയത്ത് എല്ലാ കാര്യങ്ങളും എത്രമാത്രം സാക്ഷി അവസ്ഥയിൽ നിന്നുകൊണ്ട് അതിനെ നേരിടുന്നു, അതിനനുസരിച്ച് സാക്ഷാത് ബാബയുടെ ആകാരത്തിലായിത്തീരും. അങ്ങനെ ബാബയുടെ സാക്ഷാത്കാരം ദാദിജിയിലൂടെ ഉണ്ടായിക്കോളും എന്ന് ബാബ പറയുകയാണ് ദാദിയോട്. പിന്നെ അവശേഷിക്കുന്ന സേവനം ഇത് തന്നെയാണ് എന്ന് നിർമ്മല ശാന്ത ദാദിജിയോട് ബാബ്ദാദ പറഞ്ഞു നിർത്തുകയാണ്. ഇനി അടുത്ത് ബാബ്ദാദ ശാന്താമണി ദാദിജിയോട് സംസാരിക്കുകയാണ്. ശ്രേഷ്ഠത ലാനെ കെ ലിയെ മുഖ്യ ഗുണ കോൻസാ ഹെ. ശ്രേഷ്ഠത കൊണ്ടുവരുന്നതിന് വേണ്ടി മുഖ്യ ഗുണം ഏതാണ് എന്ന് ശാന്താമണി ദാദിയോട് ബാബ ചോദിക്കുകയാണ്. ജിത്തനി സ്പഷ്ടത ഹോത്തി ഉത്തനി ശ്രേഷ്ഠത ആത്തി. എത്ര സ്പഷ്ടതയുണ്ടോ അത്രയും ശ്രേഷ്ഠത വരും. ജോ സ്പഷ്ട ഹോത്താ ഹെ വഹി സരൾ ഓർ ശ്രേഷ്ഠ ഹോത്താ ഹെ. ആരാണോ സ്പഷ്ടമായിട്ടുള്ളത് അവർ തന്നെയാണ് സരളവും ശ്രേഷ്ഠവും. स्पष्टता श्रेष्ठता के नज़दीक है और जितनी स्पष्टता होती है उतनी सफलता भी होती है. स्पष्टത ശ്രേഷ്ഠതയുടെ സമീപത്താണ്. ഉത്തനി സ്പഷ്ടത ഹോത്തി ഹെ ഉത്തനി സഫലത ഹോത്തി ഹെ. എത്രമാത്രം സ്പഷ്ടതയുണ്ടോ അത്രയും വിജയവും ഉണ്ടാകും. അപ്പോൾ സ്പഷ്ടത ശ്രേഷ്ഠതയുടെ സമീപം കൊണ്ടുവരും എന്ന് ബാബു പറയുകയാണ്. അത്രയും വിജയവും ഉണ്ടാകും. സഫലത ഫിർ ഇത്തനി സമീപതാമേ ലാത്തി ഹെ. വിജയം പിന്നെ ഇത്രയും സമീപതയിലും കൊണ്ടുവരും. സമീപരത്നോ കി നിശാനി കിസ്സേ മാലും പടേഗി. സമീപരത്നങ്ങളുടെ അടയാളം എങ്ങനെ മനസ്സിലാവും? സമാനതാസി. സമാനതയിലൂടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും സമീപരത്നമാണോ അല്ലയോ എന്ന്. ബാപ്ദാദ കെ സംസ്കാരോं की समानता से समीपता का मालूम पड़ जाता है. ബാപ്ദാദയുടെ സംസ്കാരത്തിൻ്റെ സമാനതയിലൂടെ സമീപതയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. തോ സമാനത സമീപത കി നിശാനി ഹെ. അപ്പോൾ സമാനത സമീപതയുടെ ലക്ഷണമാണ്. ആദി രത്തൻ ഹോ. ആദി രത്നമാണ്. ആദീസോ അനാദി. ആദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാദി. ജോ ആദി രത്തൻ ഹെ വഹ അനാദി ഗായൻ യോഗ്യ ബൻത്തെ ഹെ. ആരാണോ ആദി രത്നങ്ങൾ അവർ അനാദിയും ആദിയുമായിട്ട് ഗായൻ യോഗ്യമാവും, മഹിമായോഗ്യരായിത്തീരും. അവർക്കെന്നും മഹിമ കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ സാരം. ക്യോങ്കി ആദി ദേവയ്ക്ക് സാത്ത് മദദ്ഗാർ ഹെ. എന്തുകൊണ്ടെന്നാൽ ആദി ദേവനോടൊപ്പം നിങ്ങൾ സഹയോഗികളാണ്. ആദി രത്തൻ ഹി സൃഷ്ടിക്ക് കർത്തവ്യക്ക് ആധാർ ഹെ. ആദി രത്നങ്ങൾ തന്നെയാണ് സൃഷ്ടിയുടെ കർത്തവ്യത്തിന് ആധാരം. ഇനി അടുത്ത് രത്തൻ മോഹിനി ദാദിജിയോട് ബാപ്ദാദ സംസാരിക്കുകയാണ്. സ്നേഹി ഹോ വ സഹയോഗി ഹോ. ദാദിയോട് ബാബ ചോദിക്കുകയാണ്, സ്നേഹിയാണോ അതോ സഹയോഗിയാണോ? അപ്പോൾ ദാദിജി ഉത്തരം പറയുകയാണ്, രണ്ടുമാണ്. സ്നേഹി और सहयोगी दोनों समान हैं. जितना जो स्नेही उतना सहयोगी बनता है. അപ്പോൾ സ്നേഹിയും സഹയോഗിയും രണ്ടും സമാനമാണ്. ആര് എത്രമാത്രം സ്നേഹിയാകുന്നു അത്രയും സഹയോഗിയാകും. സ്നേഹി സഹയോഗയ്ക്ക് സിവായ് രഹ് നഹീ സക്ത. സ്നേഹികൾക്ക് സഹയോഗമില്ലാതിരിക്കാൻ കഴിയുകയില്ല. ജിത്തന സ്നേഹി ഹെ ഉത്തന സഹയോഗി ഹെ. എത്ര സ്നേഹിയാണോ അത്രയും സഹയോഗിയാണ്. ഉത്തന ഹി ശക്തി രൂപീ ഹെ. അത്രയും തന്നെ ശക്തി രൂപവുമാണ്. जब स्नेह सहयोग और शक्ति तीनों की समानता होती है तब समाप्ति होती है. എപ്പോഴാണോ സ്നേഹം സഹയോഗം ശക്തി
ഇത് മൂന്നിൻ്റെയും സമാനത വരുന്നത് അപ്പോഴാണ് സമാപ്തി ഉണ്ടാകുന്നത്. ഇസ് സമയ ഡബിൾ താജ്ധാരി ഹോ കി ഭവിഷ്യമേ ബനേഗി. ഈ സമയത്ത് ഡബിൾ കിരീടധാരിയാണോ അതോ ഭാവിയിലാകുമോ? സംഗം പർ ഡബിൾ താജ്ധാരി ഹോ. സംഗമത്തിൽ ഡബിൾ കിരീടധാരികളാണോ? കോൺസ ഡബിൾ താജ്. ഏതാണ് ഡബിൾ കിരീടം? ഏക് ഹേ സ്നേഹ ക, ദൂസര ഹേ സർവീസ് ക. ഒന്ന് സ്നേഹത്തിൻ്റെ കിരീടം, രണ്ടാമത്തേത് സേവനത്തിൻ്റെ. സർവീസ് ക താജ് ഹേ ജിമ്മേവാരി ക താജ്. സേവനത്തിൻ്റെ കിരീടം ഉത്തരവാദിത്വത്തിൻ്റെ കിരീടമാണ്. വഹ് സ്ഥൂൽ ഔർ വഹ് സൂക്ഷ്മ ഹേന. അത് സ്ഥൂലവും ഇത് സൂക്ഷ്മവും ആണല്ലോ. സ്നേഹ ക താജ് സൂക്ഷ്മ ഹേ. സ്നേഹത്തിൻ്റെ കിരീടം സൂക്ഷ്മമാണ് എന്ന് ബാബു പറയാണ്. ജോ ജഹാൻ ഡബിൾ താജ്ധാരി ബൻതേ ഹേ വഹ് വഹാം ബി ഡബിൾ താജ്ധാരി ബൻതേ ഹേ. ആര് എവിടെയാണോ ഡബിൾ കിരീടധാരി ആകുന്നത് അവരവിടെയും ഡബിൾ കിരീടധാരിയാവും. യഹാം ഭി നമ്പർവാർ പുരുഷാർത്ഥനുസാർ താജ്ധാരി ദേഖ്നെ മേ ആയെങ്കി. ഇവിടെയും ചെയ്യുന്ന പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് കിരീടധാരികളെ കാണാൻ കഴിയും. ഇനി അടുത്ത് ബാബ്ദാദ മനോഹര ദാദിജിയോട് സംസാരിക്കുന്നതാണ്. ജൈസെ സാകാർ മേ ജബ് അവ്യക്ത് പ്രോഗ്രാം ചലത്തെ ഥേ തോ ശൃംഗാർ കർ ബൈഠത്തെ ഥേ. സാകാരത്തിൽ അവ്യക്ത പ്രോഗ്രാംസ് നടക്കുമ്പോൾ നല്ലവണ്ണം അലങ്കരിച്ചിരിക്കുമായിരുന്നല്ലോ എന്ന് ദാദിജിയോട് ബാബ്ദാദ ചോദിക്കുകയാണ്. ആജ് വഹി ശൃംഗാർ കിയേ ഹുയേ ചിത്ര ദേഖ്തേ. ഇന്ന് അതേ അലങ്കരിച്ചിട്ടുള്ള ചിത്രമാണ് ബാബ കാണുന്നത്. ഹറേക്ക് കി വിശേഷത അപ്പനി അപ്പനി. ഓരോരുത്തരുടെയും വിശേഷത അവരവരുടേതാണ്. ജോ വിശേഷത സമീപിലാത്തി. ആ വിശേഷത തന്നെയാണ് സമീപം കൊണ്ടുവരുന്നത്. ആപ്കി വിശേഷത ക്യാ ഹൈ. താങ്കളുടെ വിശേഷത എന്താണ് എന്ന് മനോഹര ദാദിജിയോട് ബാബ്ദാദ ചോദിക്കുകയാണ്. സർവ്വസേ സ്നേഹി और സർവ്വ കെ സഹയോഗി ബനന യഹ് വിശേഷത ഹൈ. സർവരുടെയും സ്നേഹിയും സർവരുടെയും സഹയോഗിയാകുക, ഇതാണ് വിശേഷത. जो सर्व के स्नेही बनते हैं सर्व से स्नेह भी उनको प्राप्त होता है. ആരാണോ സർവരുടെയും സ്നേഹിയാകുന്നത് അവർക്ക് സർവരുടെയും സ്നേഹവും പ്രാപ്തമാകും. ആരാണോ സർവരുടെയും സ്നേഹിയാകുന്നത് അവർക്ക് സർവരുടെയും സ്നേഹവും പ്രാപ്തമാകും. അപ്പോൾ ദാദിജിയുടെ വിശേഷത തന്നെ ഇതാണ്, സർവരുടെയും സ്നേഹിയാണ് എന്നുള്ളതാണ്. സർവസ്നേഹി ബി കോൻ ബൻതേ ഹെ. സർവസ്നേഹിയാകുന്നതും ആരാണ്? ജോ സർവത്യാഗി ഹോത്തെ. ആരാണോ സർവത്യാഗിയായിട്ടുള്ളത് അവർക്കേ സർവസ്നേഹിയാകാൻ കഴിയുള്ളൂ, അവർക്കേ സർവരുടെയും സ്നേഹവും കിട്ടുകയുള്ളൂ എന്ന് ബാബ്ദാദ ദാദിജിയെ ഓർമ്മിപ്പിക്കുകയാണ്. जो सर्वत्यागी होते हैं वही सर्व के स्नेही और सहयोगी बनते हैं. ആരാണോ സർവത്യാഗി അവർ തന്നെയാണ് സർവരുടെയും സ്നേഹി, അവർ തന്നെയാണ് സഹയോഗിയുമാകുന്നത്. ഐസേ ശ്രേഷ്ഠ സങ്കല്പ് വാലെ ശ്രേഷ്ഠ പദക്ക് അധികാരി ബൻതെ. അങ്ങനെ ശ്രേഷ്ഠ സങ്കല്പമുള്ളവർ ശ്രേഷ്ഠ പദവിയുടെ അധികാരിയാവും. സങ്കല്പ് മേ ഭി സർവ്വക്കെ കല്യാൺ കി ഭാവന ഹോ. സങ്കല്പത്തിലും സർവരുടെയും നന്മയുടെ ഭാവനയുണ്ടാകണം. സിർഫ് അപ്പനി നഹി, തൻ്റേത് മാത്രമല്ല. ഐസേ ഹി സർവപ്രാപ്തിയോ കെ അധികാരി ബൻതെ. അങ്ങനെ തന്നെ സർവപ്രാപ്തികളുടെയും അധികാരിയാകുകയാണ്. ഐസേ കോ ബാബ്ദാദ തഥാ സബീ സേ സത്കാർ മിൽത്താ ഹെ. അങ്ങനെയുള്ളവർക്ക് ബാബ്ദാദയിൽ നിന്നും സർവരിൽ നിന്നും സത്കാരം, അതായത് ബഹുമാനം കിട്ടുന്നു. സത്കാർ കാ അധികാർ ലേന യഹി ബഹുത് ബഡി ബാത്ത് ഹെ. സത്കാരത്തിനുള്ള, അതായത് ബഹുമാനത്തിൻ്റെ അധികാരം എടുക്കുക എന്നുള്ളതും വളരെ വലിയ കാര്യമാണ് എന്ന് ബാബ പറഞ്ഞു നിർത്തുകയാണ്. ഓം ശാന്തി.